നമസ്കാരം. സ്ത്രീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പച്ചക്കറികളിലും പഴങ്ങളിലും ധാന്യങ്ങളിലുമൊക്കെ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് ഒരുപാട് കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ കീടനാശിനികളൊക്കെ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇന്ന് ഇതിൽ നിന്നൊരു രക്ഷ നേടുക, അതിന് പൂവഴികളുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ തോമസ് ബിജു മാത്യു ആണ്. അദ്ദേഹം അഗ്രികൾച്ചർ കോളേജ് വെള്ളായണിയിലെ പ്രൊഫസറാണ്. നമസ്കാരം. ഈ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ പച്ചക്കറികളിലും പഴങ്ങളിലും ധാന്യങ്ങളിലൊക്കെ കീടനാശിനികളുണ്ട്. അറിയാവുന്ന രീതിയിലൊക്കെ ഉപ്പുവെള്ളത്തിലിട്ടിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യാറുമുണ്ട്. എന്നാൽ പോലും എത്രമാത്രം ഈ ഹാനികരമാണ് ഈ കീടനാശിനികൾ? പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഇത് മൂന്ന് വിഭാഗത്തിൽ നിന്നും ഞങ്ങൾ കാർഷിക കോളേജിൽ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ മാസവും സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഇത് തുടങ്ങിയത്. ഈ പരിശോധനാ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രശ്നക്കാർ പച്ചക്കറികൾ തന്നെയാണ്. പഴവർഗ്ഗങ്ങൾ കുറേ കൂടെ സേഫാണ്, ധാന്യങ്ങൾ കുറേ കൂടെ സേഫാണ്. ഏറ്റവും പ്രശ്നം പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളും അല്ല, ഏതാണ്ട് നമ്മളിപ്പം മലയാളികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വ്യത്യസ്തമായ പച്ചക്കറികൾ നോക്കാമെങ്കിൽ 60 ഇനം പച്ചക്കറികളാണ് മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ കമ്പോളം, പിന്നെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, എല്ലായിടത്തും ഉള്ള വ്യത്യസ്തമായ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ എണ്ണം നോക്കിയാൽ ഏതാണ്ട് 60 ഇനങ്ങളുണ്ട്. നമ്മളത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വൈവിധ്യമുള്ള പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പലരും വിട്ടന്മാർ അറിയാറില്ല, ശ്രദ്ധിക്കുന്നില്ല. ഓരോ സമയത്ത് ഓരോന്ന് പല പാചകത്തിനും പല പല കാര്യങ്ങൾ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഏറ്റവും പ്രശ്നം ഈ കറിവേപ്പ്, മല്ലിയില, പുതിനയില, ഈ ഇലവർഗ്ഗങ്ങൾ, പിന്നെ ചുവപ്പ് ചീര. അത് ചുവപ്പ് ചീര കേരളത്തിൽ കൃഷി ചെയ്യുന്നതാണ്. പക്ഷേ മറ്റത് മൂന്നും, കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും വരുന്നത് അയൽ സംസ്ഥാനത്ത് നിന്നാണ്, പ്രധാനമായിട്ടും തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ ഇലവർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വിഷത്തിന്റെ സാന്ദ്രത. കാരണം മലയാളികൾക്ക് ഒരു കറിക്കും ഒഴിച്ചുകൂടാൻ കറിവേപ്പിലയില്ലാതെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അതിന്റെ ഒരു വാസന ഇല്ലാതെ നമുക്ക് ഒരു കറിയും പൂർണ്ണമാവുന്നില്ല. എല്ലാ പാചകത്തിനും അവസാനത്തെ കടുക് പറയില് കറിവേപ്പില ഇല്ലാതെ മലയാളികളുടെ വിഭവങ്ങളെ സാധിക്കില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമ്മൾ ഈ പച്ചമുളക്, കറിവേപ്പ്, മല്ലിയില, പുതിനയില കൂടാതെ പച്ചമുളക്, ക്യാപ്സിക്കം, കോളിഫ്ലവർ, ക്യാബേജിൽ അധികമില്ല, കോളിഫ്ലവർ, ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റിലും കാണാറുണ്ട്. ക്യാരറ്റ് മുൻപ് വളരെ ആരോഗ്യപ്രദായകമായ ഒരു പച്ചക്കറിയായിട്ടാണ് ഫ്രഷ് ജ്യൂസ് അടിക്കുന്നത്. പിന്നെ ആന്റി ഓക്സിഡൻസ് വളരെ കൂടുതലുള്ള ക്യാരറ്റ് വളരെ പ്രിഫർ ചെയ്യുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു 10-15% ക്യാരറ്റ് സാമ്പിളുകളിലും വിഷാംശം കണ്ടെത്തിയിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഹൈ റേഞ്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ ക്യാരറ്റ് കൃഷി വളരെ കൂടുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടൊരു കൃഷി പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കീടരോഗബാധ വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിക്കാർക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് കീടനാശിനി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് അങ്ങനെ അടുത്ത കാലത്ത്, എന്നാൽ തക്കാളി, സലാഡ്, വെള്ളരി, സവാള, ഇതാണല്ലോ സാലാഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് സാധനങ്ങളും വളരെ നല്ല വെറുതെ ഒരു കഴുകലും, സവാളയുടെ ആണെങ്കിൽ പുറത്തെ ആ ഉണങ്ങിയ ഇതളുകളെല്ലാം ഇളക്കി കളയുമ്പോഴത്തേക്ക് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ നാച്ചുറലായിട്ട് നടക്കുകയാണ്. പിന്നെ സലാഡ് വെള്ളരിയുടെ തൊലിപ്പുറത്താണ് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിലും തൊലി ചെത്തിക്കളഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇല്ല, അകത്തേക്ക് സീപ്പും ചെയ്യാത്ത തരം കീടനാശിനി വളരെ അപൂർവമായിട്ട് സലാഡ് വെള്ളരിയിൽ കാണാറുള്ളൂ. പിന്നെ നമ്മുടെ കണിവെള്ളരിയും വളരെ സേഫാണ്. കാരണം അതൊക്കെ പണ്ട് കാലത്തും ഒരു അധികം കീടബാധ ഇല്ലാത്തതാണ്. കാരണം നമ്മൾ ഓലയിൽ ഇങ്ങനെ കെട്ടി തൂക്കി പണ്ടുള്ള വീടുകളൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ എത്രയോ കാലം ഇരിക്കുന്ന ഇതാണ്. എനിക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക, അത് കൂട്ടാനും അയൽ രാജ്യത്ത് നിന്നാണ്, അയൽ സംസ്ഥാനത്ത് നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് കേടുവരാതിരിക്കാൻ വേണ്ടി ആയിരിക്കില്ല ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന കേടിനേക്കാളും ഉപരി കൃഷി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ പച്ചക്കറികളുടെ എല്ലാം പുഷ്പിച്ച് അതിൻ്റെ കാപിടുത്തം തുടങ്ങുമ്പോഴാണ് കീടബാധ കൂടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പയർ നമ്മളെ വീട്ടിൽ കുറ്റിപ്പയറും വള്ളിപ്പയറും ഒക്കെ കൃഷി ചെയ്യുന്നവരുണ്ടല്ലോ. ഈ പയറിനെ ബാധിക്കുന്ന ചില കീടങ്ങളുണ്ട്. മുഞ്ഞയുണ്ട്, പയർ തുരക്കുന്ന പുഴുവുണ്ട്. അപ്പോൾ ഈ പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കീടനാശിനി ഉപയോഗിച്ചേ പറ്റൂ. നമുക്ക് ജൈവ കീടനാശിനികളുണ്ട്, വേപ്പധിഷ്ഠിത കീടനാശിനിയുണ്ട്, പൊതുവെ പ്രശ്നം കുറഞ്ഞതുണ്ട്. എങ്കിലും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മറ്റു സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ഒരു കേടുപോലും വരാതെ, ഒരു പുഴു പോലും കടിക്കാത്ത രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ 3-4 ദിവസത്തിൽ ഒരിക്കൽ
ഈ കീടനാശിനികൾ ഒന്നിലധികം കീടനാശിനികൾ ഒന്നിലധികം തവണ നമ്മൾ ശുപാർശ ചെയ്തിരിക്കുന്ന ഡോസ് എത്രയാണോ അതിൻ്റെ 2, 3, 4 ഇരട്ടിയൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത്. മുമ്പൊരു ഇത് പറഞ്ഞാണ് ഊട്ടിയിൽ നിന്നാണല്ലോ പണ്ട് ക്യാബേജ് വരുന്നത്. അപ്പോൾ ഈ ക്യാബേജ് ഇങ്ങനെ അത് ഈ വരുന്ന സ്റ്റേജിൽ തന്നെ ഇത് കൂടുമല്ലോ, അത് തന്നെ അതിനകത്തേക്ക് മരുന്ന് ഒഴിച്ചു വെച്ചിട്ടാണ് അത്ര ഇത് കൂടുന്നത്. അതുകൊണ്ട് ഓരോ ലീഫായിട്ട് എടുത്ത് പ്രത്യേക കഴുകി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പണ്ട് മുമ്പ് പറയുന്നത്. ക്യാബേജ് ഞങ്ങൾ പരിശോധിച്ചിട്ട് വലിയ പ്രശ്നമില്ല, കോളിഫ്ലവറിലെ പോലെ പ്രശ്നമില്ല. പിന്നെ ക്യാബേജിന്റെ പുറത്തെ ഒരു 3 ഇതൾ ഇളക്കി കളഞ്ഞാൽ തന്നെ ഏറ്റവും പുറത്താണല്ലോ മരുന്ന് തളി, ഏറ്റവും പുറത്താണ്. ഏറ്റവും പുറത്തുള്ള 3 4 ഇതൾ മാറ്റി കളഞ്ഞാൽ തന്നെ അത് വളരെ സുരക്ഷിതമായിട്ട്. കാരണം കിട്ടുമ്പോൾ നമ്മൾ അത് ഈ പറഞ്ഞതിന് ശേഷം പിന്നെ ഓരോ ഇതള് മാറ്റി ഉപ്പുവെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ ഇപ്പം കോളിഫ്ലവറിനാണ് ഉപ്പുവെള്ളത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും. അതേപോലെ ഞങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ പച്ചക്കറി ഉൽപ്പന്നത്തിൽ നിന്നും തങ്ങി നിൽക്കുന്ന, പ്രത്യേകിച്ച് ഉപരിതലത്തിൽ തങ്ങി നിൽക്കുന്ന വിഷാംശം എങ്ങനെയൊക്കെ അതാണ് അറിയേണ്ടത്. അതാണ് വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ ഒരു 75% അന്യസംസ്ഥാനത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം ബോധവൽക്കരണം നടത്തിയാലും കാർഷിക രംഗത്ത് എന്തെല്ലാം മാറ്റം വരുത്തിയാലും ഈ 75% നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലല്ല, അത് അന്യ സംസ്ഥാനത്ത്. അപ്പോൾ അവിടെയുള്ള കർഷകരെ ബോധവൽക്കരിക്കാൻ നമുക്കൊട്ട് സംവിധാനമില്ല. അപ്പോൾ അവിടെ ആകെ ചെയ്യാവുന്നത് ഈ 75% വരുന്ന ഉൽപ്പന്നങ്ങൾ അടുക്കളയിൽ വീട്ടമ്മയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന വളരെ ലളിതമായ ചില മാർഗങ്ങളുണ്ട്. പണ്ട് മുതലേ നമ്മൾ ഉപ്പുവെള്ളം ഉപ്പുവെള്ളത്തിൽ കഴുകും. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ കാർഷിക കോളേജിലെ ലാബറട്ടറിയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, PG വിദ്യാർത്ഥിനികൾ അവരുടെ PhD MSc പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വളരെ വിശദമായ പഠനം നടത്തി. അതിൽ നിന്ന് കണ്ടെത്തി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു 6-7 തരം ഉൽപ്പന്നങ്ങൾ, ഉദാഹരണത്തിന് കറിയുപ്പ്, വിനാഗിരി, വാളൻപുളി, ചെറുനാരങ്ങ നീര്, തൈര്, ചുണ്ണാമ്പ് വെള്ളം, സോഡാക്കാരം, അപ്പത്തിന് ഉപയോഗിക്കുന്ന അപ്പക്കാരം, ഇതിൻ്റെ എല്ലാം ലായനിയിൽ, ഓരോ ലായനിയിൽ ഓരോ ഉൽപ്പന്നം, ഈ വിഷപ്രയോഗം നടത്തിയ ഉൽപ്പന്നം പല കാലയളവിലായിട്ട് മുക്കി വെച്ചിട്ട് പല ആവർത്തി കഴുകി നോക്കിയാൽ ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടത് വിനാഗിരിയും വാളൻപുളിയുടെ ലായനിയുമാണ്. വാളൻപുളിയാണെങ്കിൽ കാണുന്നത്. വിനാഗിരി ആണെങ്കിൽ ഒരു 3 അടപ്പ്, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിനാഗിരിയുടെ ബോട്ടിൽ എന്ന് പറയുന്നത് 500 മില്ലിയാണ്. അതിൻ്റെ ഒരടപ്പെടുത്ത് ഒരു 7-8 മില്ലി വരും. അപ്പോൾ 3 അടപ്പ് വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് എല്ലാ പച്ചക്കറികളും വേണ്ട, ഞാൻ പറഞ്ഞ വിഷമയമായത്, പ്രത്യേകിച്ച് പച്ചമുളക്, പച്ചമുളക് ഒത്തിരിയെങ്കിലും പേടിക്കാനുള്ളതും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട. ബാക്കിയുള്ളതൊക്കെ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്നതാണ്. അവയെ നമ്മൾ വളരെ പ്രത്യേകം കരുതലോടെ വേണം കൈകാര്യം ചെയ്യാൻ. അപ്പം നമുക്ക് ആദ്യം ഈ കറിവേപ്പില എങ്ങനെയാണ് ആദ്യം, സപ്പോസ് നമ്മൾ സാറിന് ഇപ്പം പലരും ഈ പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഒന്നിച്ച് അവർ കറിവേപ്പില വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനൊക്കെ ചെന്ന് ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കി ആണ് സൂക്ഷിക്കുന്നത്, ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ അതിന് പകരം ഇപ്പം എങ്ങനെയാണ് ഓരോന്നായിട്ട് അത് ചെയ്യേണ്ടത്? കറിവേപ്പിലയ്ക്ക് നമുക്ക് കമ്പായിട്ട് അല്ലെങ്കിൽ ഒരു ട്വിഗായിട്ടായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഇലകൾ ഓരോന്ന്, ലീഫ്ലെറ്റ് ഓരോന്ന് എടുത്തിട്ട് ഇത് നമുക്ക് ഉപ്പുലായനിയേക്കാളി ഫലപ്രദമായിട്ട് കണ്ടത് വാളൻപുളിയുടെ സത്താണ്. വാളൻപുളി പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൽ തന്നെ ഒരു 4 ബ്രാൻഡ് വാളൻപുളി പേസ്റ്റ് കിട്ടും. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിനൊരു 13-14 രൂപ റേഞ്ചിലേ ഉള്ളൂ, വളരെ വില കുറവാണ്. ഇതല്ലെങ്കിൽ നമ്മൾ പണ്ട് വാങ്ങിക്കുന്ന വാളൻപുളിയുടെ ബ്ലോക്ക് ഉണ്ട്. അതാണെങ്കിൽ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ, ഒരു നെല്ലിക്കയുടെ വലിപ്പം എന്ന് പറയുമ്പോൾ 20 ഗ്രാം വരും. ഈ 20 ഗ്രാം വാളൻപുളി നല്ലവണ്ണം പിഴിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ചാറാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ വിഷം സംശയിക്കുന്ന പച്ചക്കറികൾ മാത്രം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം 1-2 പ്രാവശ്യം സാധാരണ വെള്ളത്തിൽ അമർത്തി തിരുമ്മി കഴുകണം. അപ്പോൾ പുറമേ പറ്റിയിരിക്കുന്നതൊക്കെ, ഇപ്പോൾ കറിവേപ്പിലയാണെങ്കിൽ മുക്കി വെച്ചിട്ട് പിന്നെ തിരുമ്മി കഴുകൽ സാധിക്കില്ല. പിന്നെ ചിലരിത് കറിവേപ്പിലയുടെ ഇല ഊരിയെടുത്തിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ കണ്ടെയ്നറിനകത്ത് ഒരു ക്ലോത്ത് ലൈനിങ് കൊടുക്കണം. ചെറിയ കോട്ടൺ ക്ലോത്ത് ഏറ്റവും നല്ലത്. നല്ല ശുദ്ധിയായ വൃത്തിയുള്ള കോട്ടൺ തുണിയുടെ ഒരു കഷ്ണം ഈ കണ്ടെയ്നറിനകത്തൊരു ലൈനിങ് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10-15 ദിവസം വരെ കേടാകാതെ. ഇതേപോലെയാണ് മല്ലിയിലയും നമ്മൾ സാധാരണ നമ്മുടെ രസത്തിനുമൊക്കെ അവസാനമാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അതിനകത്ത് വിഷം കെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കില്ല. അത്രയ്ക്ക് വിഷലിപ്തമാണ് മല്ലിയില. വളരെ വില കുറവാണ്. ഗാർണിഷിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നത് അവസാന ഘട്ടത്തിലല്ലേ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇതിന് നമുക്ക് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ മല്ലിയില പക്ഷേ കുറച്ചുകൂടെ ഡെലിക്കേറ്റാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കഴുകണം. ഈ കഴുകുന്ന പ്രക്രിയയുടെ അവസാനം ഈ വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകത്തക്കവണ്ണം ഈ സുഷിരങ്ങളുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് കഴിയുമെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുക. കാരണം വെള്ളമയത്തോടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ജലാംശം ഒപ്പിക്കളഞ്ഞോ പറ്റുമെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് തന്നെ ഒന്ന് ഒപ്പി ആ വെള്ളത്തിൻ്റെ അംശം മാറ്റി ഡ്രൈ ആക്കിയിട്ട് ഒരു കോട്ടൺ ലൈനിങ് ഉള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ ആ മല്ലിയിലയും അങ്ങനെ ചെയ്യാം, കറിവേപ്പില അങ്ങനെ ചെയ്യാം. പച്ചമുളകിന് ശ്രദ്ധിക്കേണ്ട, പച്ചമുളക് ഇതേപോലെ ഈ വിനാഗിരി ലായനിയിലോ വാളംപുളി ലായനിയിലോ മുക്കി വെച്ച ശേഷം അതിൻ്റെ ഞെട്ടും കൂടി അടത്തി മാറ്റണം. അടത്തി മാറ്റിയിട്ട് ഓവർനൈറ്റ് സുഷിരങ്ങളുള്ള പാത്രത്തിൽ വെച്ച് അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഇതെല്ലാം ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പച്ചമുളക് ഒന്നുകൂടെ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട്, അപ്പോൾ കാരണം നമ്മളിതെല്ലാം ഇതിനെല്ലാം പേടിക്കുന്നത് ഇതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്ന ഇതുകൊണ്ടായിരിക്കണം. നമുക്ക് അല്ല, ഇപ്പൊ പലപ്പോഴും നമ്മൾ എന്തിലേക്കാണ്, അതായത് ഒന്ന് പിൻ പോയിന്റ് ചെയ്യാൻ നമുക്കൊരു പറയാനൊക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് RCC, അപ്പോൾ അവർ പറയുമായിരുന്നു ഓരോ പ്രാവശ്യവും കഴിഞ്ഞ വർഷം തന്നെ ഒരു 10,000 ന്യൂ കേസസ് ആണ് വരുന്നത്. അപ്പോൾ എന്തിലേക്കാണ് ഇത്? ഭക്ഷണം കഴിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ വിഷലിപ്തമായിട്ടുള്ള അന്തരീക്ഷമാണോ, എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആഹാരം ഒരു വലിയ ഫാക്ടറാണ്. തീർച്ചയായിട്ടും. ക്യാൻസർ എന്നല്ലെങ്കിൽ പോലും വേറെ പല രോഗങ്ങളും, ക്യാൻസർ എന്തായാലും ക്യാൻസറിന്റെ വർദ്ധിച്ച വരുന്ന ആ നിരക്ക് ഇത്തരം എന്തോ ചില പരിസ്ഥിതി പ്രശ്നങ്ങളോ ഭക്ഷണത്തിലുള്ള മാലിന്യങ്ങളോ വിഷപദാർത്ഥങ്ങളോ ആണെന്ന് സംശയിക്കേണ്ട തരത്തിലാണ് ഓരോ വർഷവും ഇതിന്റെ നിരക്ക് കൂടുന്നത്. പണ്ടൊക്കെ നമുക്ക് പറയുന്നത് ഇപ്പം ഇറച്ചി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മത്സ്യം കൂടുതൽ കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ അങ്ങനത്തെ അസുഖങ്ങളും, പച്ചക്കറിയൊക്കെ കഴിക്കുന്ന വെജിറ്റേറിയൻസിന് വലിയ കുഴപ്പമില്ലാന്ന് ഇപ്പം പറയുന്ന കേൾക്കും മനസ്സിലാവുന്നത്. വെജിറ്റേറിയൻസ് ഏറ്റവും ഡേഞ്ചറസ് സോണിലാണ്. വെജിറ്റേറിയൻ ട്രെൻഡ് തന്നെയുണ്ട് ഇപ്പോൾ, വേഗൻ ഡയറ്റ്, വെജിറ്റേറിയൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇതിലാണ്. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞു, അതായത് നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടമ്മമാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിവേപ്പില നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും 1-2 ഇതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, പെട്ടെന്ന് കഴുകി ഇങ്ങ് എടുത്തു കളയും. അതിനേക്കാളും നല്ലത് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട്, ബൾക്ക് ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് ഇതുപോലെ ലൈനിലിട്ട് ശേഷം ആ ഇല ഊരിയെടുത്ത് അല്ലെങ്കിൽ ലീഫ്ലെറ്റ് ആയിട്ടോ 15 മിനിറ്റ് പരമാവധി 10 മുതൽ 15 മിനിറ്റ് എടുത്തിട്ട് ഇത് ഡ്രൈ ആക്കണം. പുതിനയില, പച്ചമുളക് ഇത് 4 ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് കാണുന്നത്. നമുക്ക് നിത്യം ഉപയോഗിക്കേണ്ട ഇതാണ്. എല്ലാ ഒരു ഉപ്മാവ് ഉണ്ടാക്കി അതിൽ രാവിലെ തുടങ്ങുമ്പോൾ തുടങ്ങുമല്ലോ, ചട്നി തൊട്ട് തുടങ്ങും. ചട്നിയിൽ മുതൽ പച്ചമുളകും കറിവേപ്പിലയും ഇല്ലാതെ പച്ചമുളകിൽ ഇത്രയും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെറുതെ കഴുകി വരുന്നത് അതൊക്കെ തമിഴ്നാട് മാത്രമല്ല, ആന്ധ്ര, കർണാടക 3 സംസ്ഥാനത്തു നിന്നും വരുന്നുണ്ട് പച്ചമുളക് വരുന്നത്. പച്ചമുളക് പോലെ തന്നെ ഈ വലിയ ബജിക്ക് ഉപയോഗിക്കുന്ന മുളക്, സാമ്പാർ മുളക് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വളരെ എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന, മീനിനകത്തൊക്കെ ഉപയോഗിക്കുന്നില്ല ആ സാമ്പാർ മുളക്. ആ മുളകിന്റെ എല്ലാ ഇനങ്ങളും പച്ചമുളകും അതെ അതേപോലെ പ്രശ്നമാണ് നമ്മുടെ വറ്റൽമുളക്. പച്ചമുളക് പഴുത്തുണക്കിയതാണല്ലോ വറ്റമുളക്. ഈ വറ്റൽമുളകിലും ഇതേ പ്രശ്നമാണ്. വറ്റൽമുളകിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് മുളക് പൊടിയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുളക് പൊടി പാക്കറ്റുകൾ, ബ്രാൻഡഡ് മുളക് പൊടി, പേര് റിവീൽ ചെയ്യുന്നില്ല, എല്ലാ ബ്രാൻഡുള്ള മുളക് പൊടികളും പരിശോധിക്കുമ്പോൾ അതിനകത്ത് 3-4 കീടനാശിനികളുടെ അവശിഷ്ടമാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ പല ആവർത്തി, അപ്പോൾ മുളക് കൃഷി ചെയ്യുന്ന മുളക് പാടത്ത് മുളകിനെ ആക്രമിക്കുന്ന കുറേ ഒട്ടനവധി കീടങ്ങളുണ്ട്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇല പേനുകളുണ്ട്, പിന്നെ ഒരു തന്നെ മണ്ടരിയുണ്ട്. മണ്ടരിയാണ് ഏറ്റവും വലിയ പ്രശ്നം. മുളകിൻ്റെ ഇലയെല്ലാം കൂടെ കുരുടിച്ച് പൂമൊട്ട് കരിഞ്ഞ് മുളക് തന്നെ അങ്ങ് വികൃതമാകും. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ കർഷകർ അതെ 2-3 കീടനാശിനി. ഹലോ 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 വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, പിന്നെ ടിവിയുടെ വോളിയം കുറയ്ക്കൂ. ഹലോ, അതെ അതെ ചോദിച്ചോളൂ. പച്ചമുളക് നമ്മൾ സാധാരണ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഈ ലായനിയിൽ മുക്കി നമ്മളൊരു രാത്രി വെച്ച് അതിൻ്റെ ഈർപ്പം മാറ്റിയിട്ട് ശുദ്ധീകരണ പ്രക്രിയ നടത്തി നമ്മൾ ഫ്രിഡ്ജിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ പ്രശ്നം ഏതാണ്ട് 90% മാറ്റാൻ സാധിക്കും. മറ്റേ വറ്റൽമുളക് എന്ന് പറയുന്നത്, വറ്റൽമുളക് ഈ മുളക് തന്നെ പഴുത്ത് എടുക്കുന്ന ചുവന്ന മുളകാണ് ഉണക്കി വറ്റൽമുളകായിട്ട് വരുന്നത്.
അപ്പോൾ പച്ചമുളക് ആയിരിക്കുമ്പോഴേ നടത്തുന്ന വിഷപ്രയോഗത്തിൻ്റെ ഫലമാണ് നമ്മുടെ വറ്റൽമുളകിലും കിട്ടുന്നത്. ഇത് രണ്ടും ഒരേ ചെടിയാണ്, നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നതല്ല, ഇതെല്ലാം മറ്റു സംസ്ഥാനത്തുനിന്നല്ലേ. അപ്പോൾ ആ വറ്റൽമുളക് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, മുളകിൻ്റെ പൊടി പരിശോധിച്ചിട്ടുണ്ട്, പാക്കറ്റ് കിട്ടുന്ന പൊടി പരിശോധിക്കുന്നുണ്ട്. ഇതിലെല്ലാ കീടനാശിനികളാണ്. പച്ചമുളകിലും വറ്റൽമുളകിലും മുളക് പൊടിയിലും എല്ലാം ഏതാണ്ട് ഒരേ തരത്തിലുള്ള 4-5 കീടനാശിനികളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് വറ്റൽമുളകായിട്ട് വാങ്ങി അത് കഴുകി, അത് ഈ അത് പേടിക്കണ്ട. കഴുകി ഉണക്കുന്ന ചിലപ്പം മെനക്കേടാണെങ്കിലും നമ്മൾ ആരോഗ്യം നോക്കണമെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് വളരെ നല്ലതാണ്. കഴുകി ശുദ്ധീകരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന വിഷാംശം ഒരു നല്ല അളവ് മാറ്റാൻ സാധിക്കും. പിന്നെ നല്ലവണ്ണം ഉണക്കണം, അത്രേ ഉള്ളൂ. കഴുകിയ ശേഷം ഒന്നൊരു കത്രിക ഉപയോഗിച്ച് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഉണക്കിയാൽ അതിനകത്ത് അല്പം പോലും ജലാംശം നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഇത് പൂപ്പൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഡ്രൈ ആക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ഈ വറ്റൽമുളക് പറഞ്ഞല്ലോ, വറ്റൽമുളക് എങ്ങനെയാണ്? അതും ഈ പുളിവെള്ളത്തിന്റെ ലൈനിൽ സോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വറ്റൽമുളക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ചരുവം പോലത്തെ പാത്രത്തിനകത്ത് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ പുറത്തുള്ള മാലിന്യങ്ങളും കീടനാശിനികളുടെ കാണാനൊക്കത്തില്ല. പക്ഷെ മാലിന്യങ്ങൾ ആ വെള്ളത്തിലേക്ക് വരും. ആ വെള്ളം ഊറ്റിക്കളയുന്ന വെള്ളം നോക്കിയാൽ മതി. അപ്പോൾ വെറും വെള്ളത്തിൽ കഴിയാൽ തന്നെ അതിൻ്റെ പുറത്ത് പറ്റിയിരിക്കുന്ന കുറേ പോകും. ആ സ്ഥാനത്ത് പുളിവെള്ളമോ വിനാഗിരിയോ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ചിലർക്ക് ഈ വിനാഗിരിയൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത് മടിയുള്ളവർക്ക് അതെ. അപ്പോൾ അതും ഈ പുളിവെള്ളത്തിൽ ഈ പറഞ്ഞ പോലെ, പക്ഷേ ചുവന്ന മുളകിനുള്ളൊരു പ്രശ്നം തന്നെ, നമ്മളിപ്പം അത് വെള്ളത്തിൽ ഇട്ടിട്ട് 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ സോക്ക്ഡ് ആവും. അങ്ങനെ ഒരു പ്രശ്നമാണ്. സോക്ക് ചെയ്ത് കഴുകി കഴിയുമ്പോൾ ഇത് മുഴുവൻ വെള്ളത്തിൽ കുതിർന്ന ഒരവസ്ഥയാണ്. വെള്ളത്തിൽ കഴുകണ്ടേ? വെള്ളത്തിൽ കഴുകി കഴിയുമ്പോൾ ഇത് കുതിർന്ന അവസ്ഥയിലാണ്. അതായത് പറഞ്ഞതിന് ശേഷം ഒരു കത്രിക കൊണ്ട് 2-3 കഷ്ണങ്ങളായിട്ട് ഈ മുളക് മുറിച്ച് വെറിച്ചിട്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് തുടർച്ചയായിട്ട് 2 ദിവസത്തെ വെയിൽ കിട്ടണം. അപ്പോൾ അത് നല്ലൊരു കട്ടിയുള്ളൊരു തുണി, ഷീറ്റ് പോലത്തെ കട്ടിയുള്ളൊരു തുണി വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇത് നിരത്തി വെക്കുകയാണെങ്കിൽ വെള്ളം അങ്ങ് തുണിയിൽ അബ്സോർബ് ചെയ്യും. നല്ല സൂര്യപ്രകാശമുള്ള ദിവസം മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇത് മുഴുവൻ പൂത്ത് കേടായി പോകും. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? റെജിന. റെജിന ചോദിച്ചോളൂ. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് നമ്മൾ ഈ ശുദ്ധമായ ജലത്തിൽ കൈ ഉപയോഗിച്ചാൽ മതി. അത് സാധാരണ സാറ് പറഞ്ഞാൽ വിനാഗിരി വെള്ളത്തിലും പുളിവാളം ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയാൽ തന്നെ ഏതാണ്ട് ഒരു 50% ഈ വിഷമാലിന്യങ്ങൾ മാറ്റാൻ വെറും സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. പക്ഷെ അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി കുറേ കൂടെ ഫലപ്രദമായൊരു മാർഗം സജസ്റ്റ് ചെയ്തതാണ് പാളൻ പുളി വെള്ളമോ അല്ലെങ്കിൽ വിനാഗിരിയോ. ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി. എത്ര ആവർത്തി വെള്ളത്തിൽ കഴുകുന്നു അത്രയും നല്ലതാണ്. അന്നാന്ന് ഉണ്ടാക്കുന്ന ഇത്, താങ്ക് യു ഫോർ കോളിംഗ്. അന്നാന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ തന്നെ ഒരു പുളിവെള്ളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കഴുകി എല്ലാം പാചകം ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. 10 മിനിറ്റ് അതിനകത്ത് സോക്ക് ചെയ്തിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ പാചകം ചെയ്താൽ മതി. കാരണം മല്ലിയൊക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ അധികം ഷെൽഫ് ലൈഫ് ഇല്ല. മല്ലിയില നമ്മൾ വെറുതെ ഒരു കോട്ടൺ ക്ലോത്തിൽ പൊതിഞ്ഞ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ആ പാചകം ചെയ്യുന്ന സമയത്ത് മാത്രം എടുത്ത് ഇതിലിട്ടിട്ട് 2 പ്രാവശ്യം ഡിപ്പ് ചെയ്ത് വെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങ് ഉപയോഗിക്കും. അപ്പം നമ്മുടെയൊക്കെ അടുക്കളയിൽ ഇനി വേണ്ടത് ഒരു പാത്രത്തിൽ പുളിവെള്ളം കലക്കി വെക്കുക, അല്ലേ? അതിൻ്റെ ഒരു ലൈനി അല്ലെങ്കിൽ വിനീഗറിന്റെ ഒരു ലൈനി ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലെങ്കിൽ വിനാഗിരിയുടെ ലൈനി ഉപയോഗിക്കണം. ഇപ്പം നമ്മളിപ്പം പറഞ്ഞു, ഇപ്പം ക്യാപ്സിക്കം അല്ലെങ്കിൽ കോളിഫ്ലവർ, ക്യാപ്സിക്കം, കോളിഫ്ലവർ, വെണ്ടയ്ക്ക, ചീര, പയർ, ഇത്രയുമാണ് ഈ ഇലവർഗ്ഗങ്ങൾക്ക് ഉപരിയായിട്ട് വരുന്നത്. ചുവപ്പ് ചീര, അതിൽ പച്ചച്ചീരയും ചുവപ്പ് ചീരയും രണ്ടും താരതമ്യം നോക്കി ഇതിനകത്ത് പച്ചച്ചീര വളരെ കുറെ കൂടെ സേഫാണ്. കാരണം അതിനകത്ത് എന്താ ഒരു സൈക്കോളജിക്കൽ ഒരു ഫീൽ ഉള്ളതാണ്. അതായത് ഇപ്പോൾ ചുവന്ന ചീര കഴിച്ചാൽ നല്ലോണം ബ്ലഡ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു വിചാരമുണ്ട്. അതിലായിരിക്കാം, അതുകൊണ്ടാണ് എല്ലാവരും. മാത്രമല്ല ഈ ചുവപ്പ് ചീരയും പച്ചച്ചീരയും കമ്പയർ ചെയ്യുമ്പോൾ കീടബാധ കൂടുതൽ ചുവപ്പിനകത്താണ്. അത് ശരി. പക്ഷേ ഈ പച്ചച്ചീര ആയാലും ചുവന്ന ചീര ആയാലും ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടും ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അത് പിന്നെ ആന്തോസയാനിൻ കണ്ടന്റ് മാത്രം വ്യത്യാസമുണ്ട്. ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആന്റി ഓക്സിഡന്റുകളാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആരോഗ്യത്തിന് വേണ്ടത്. അപ്പോൾ ആ ആന്റി ഓക്സിഡന്റ് കൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ ചുവപ്പ് ചീരയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ രണ്ടും
ബാക്കിയുള്ള പോഷകങ്ങളെല്ലാം നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയാണ്. കൃഷി ചെയ്യാൻ എളുപ്പം. നമ്മളെ വീട്ടിൽ നമ്മൾ ആ വിഷയത്തിലേക്ക് വന്നില്ല, പറയാം വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ടെറസിലോ വീടിൻ്റെ പുറകിലോ കൃഷി ചെയ്യാൻ ഏറ്റവും എളുപ്പം പച്ചച്ചീരയാണ്. ചുവപ്പ് ചീരയേക്കാൾ വളരെ കീടബാധ കുറവാണ്. പെട്ടെന്ന് അത് പിടിക്കും, പെട്ടെന്ന് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് തണ്ട് മുറിച്ച് ഉപയോഗിച്ച് അന്നത്തെ ആവശ്യത്തിനൊരു 5-6 തണ്ട് മുറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു 2-3 ആഴ്ച കൊണ്ട് വീണ്ടും അത് പൊട്ടിക്കിളിർത്ത് വരും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. നമ്മളെ നേരിട്ട് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് ഒരു മാലിന്യം ഇല്ലെന്നുള്ള ഉറപ്പോടുകൂടി നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റഡി ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതായത് പല തരം പച്ചക്കറികളെടുത്തിൽ ഇപ്പം ഈ 4 ആദ്യത്തെ 4 എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പച്ചക്കറികൾ ഏതാണ്? അതിനുശേഷം വരുന്ന മുളകിന്റെ ഞാൻ പറഞ്ഞല്ലോ, മുളക്, പച്ചമുളകുണ്ട്, സാമ്പാർ മുളക്, ക്യാപ്സിക്കം തന്നെ 2-3 നിറത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ട്. അത് കളേർഡ് ക്യാപ്സിക്കം വലിയ ഡിമാൻഡാണ് ഇപ്പം. ആ കളേർഡ് ക്യാപ്സിക്കത്തിലെല്ലാം ഈ പ്രശ്നം കണ്ടെത്തി. പിന്നെ നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഒരു 6 പച്ചക്കറിയാണ് കേരളത്തിൽ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത്. പാവൽ, പടവലം, കോവല്, പിന്നെ ചീര, പയറ്, പിന്നെ മത്തൻ, കുമ്പളമൊക്കെ. അപ്പൊ ഇതിനകത്ത് ചീരയും പയറുമാണ് കൂടുതൽ പ്രശ്നക്കാരൻ. പിന്നെ അതിന് തൊട്ട് പുറകിലായിട്ട് വരും പടവലം. പക്ഷെ പടവലമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകാമെങ്കിൽ അതിന്റെ പുറത്തുള്ള വെറും വെള്ളം കൊണ്ട് കഴുകുക. കാരണം പടവലം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ലായനിയിൽ മുക്കല് ബുദ്ധിമുട്ടാണ്. പടവലം അതിനകത്ത് വളരെ കുറവാണ്. വെറും അതിന്റെ പുറത്ത് കേടുവരാത്ത രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത്, അപ്പൊ ഈ പാചകത്തിന് തൊട്ട് മുമ്പായിട്ട് കഴുകുന്ന പ്രക്രിയ പറഞ്ഞില്ല, അതിൻ്റെ ഒരു സ്ക്രബ്ബർ, നമ്മുടെ ഈ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ നല്ല വൃത്തിയുള്ളവരാണ്, ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ നമ്മുടെ തുണി കഴുകുന്ന വളരെ സോഫ്റ്റ് ബ്രഷിലുള്ള ഒരു ബ്രഷ്, ആ ബ്രഷ് നമ്മുടെ സിങ്കിനടുത്ത് വെച്ചിരുന്നാൽ പാവയ്ക്ക, അതുപോലെ വെള്ളരി, മത്തൻ, ഇതുപോലെ തൊലിക്ക് കട്ടിയുള്ള സാധനങ്ങൾ ഈ ബ്രഷ് ഉപയോഗിച്ച് ഉരസി കഴുകാമെങ്കിൽ എന്തെങ്കിലും അവിടെ തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ തൊലി ചെത്തിയാണല്ലോ ബാക്കിയൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ തൊലി ചെത്തൽ പ്രക്രിയയ്ക്ക് മുമ്പായിട്ട് ഈ ഉരസി കഴുകുന്നു, അതിനുശേഷം തൊലി ചെത്തുന്നതും കൂടെ ആയി കഴിയുമ്പോൾ ഏതാണ്ട് പൂർണ്ണമാവും. ഇവിടെ ഒരു പ്രശ്നം നമ്മൾ സാധാരണ ഈ തൊലി ചെത്തുകയാണല്ലോ എന്ന് വിചാരിച്ച് അതിനെ അങ്ങോട്ട് കെയർ ചെയ്യാറില്ല. അതിനെ ആദ്യം കഴുകി സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുക. പാവയ്ക്കാണെങ്കിൽ ആ വാഷിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരസി കഴുകുക. അതിനുശേഷം പാവയ്ക്ക തൊലിയോടാണ് ഉപയോഗിക്കുന്നത്. മറ്റു സാധനങ്ങൾ ഇതൊരു അറിവാണ്. കാരണം നമ്മൾ ആരും ഒരുവിധം ആൾക്കാരെല്ലാം പെണ്ണുങ്ങളൊക്കെ തന്നെ തൊലി കളയുന്ന സാധനങ്ങളെ അധികം അത്ര ശ്രദ്ധിക്കില്ല. തൊലി കളയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും കഴുകൽ പ്രോസസ്സിനെ പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമ്മൾ സ്ക്രബ് കഴുകിയിട്ട് നല്ല സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് തൊലി ചെത്തി കളയുന്നത്. അല്ലെങ്കിൽ ആ നമ്മളെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഇതിൽ ഈ പറഞ്ഞ പോലെ ഇത് വരും. പയറും ചീരയും മാത്രമാണ്. അതിന്റെ പുറകിൽ തൊട്ടടുത്ത സ്ഥാനത്തായിട്ട് പടവലം വരും. പാവല് താരതമ്യേന പാവലിനകത്ത് ഇപ്പോൾ വിഷാംശം വളരെ കുറവായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചില സമയത്ത് മാത്രം കീടബാധ കൂടുതലുള്ള ചില സീസണുണ്ട്, ആ സമയത്ത് മാത്രമാണ് പാവലില് പ്രശ്നം കാണുന്നത്. കോവലിൽ പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്ക് ചില ഒരു 10-15% കോവയ്ക്ക സാമ്പിളുകൾ, അത് നല്ല സാധാരണ പച്ചക്കറി മാർക്കറ്റ് മാത്രമല്ല ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന കടയിൽ നിന്ന് എടുത്ത കോവയ്ക്കയിലും ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരുപാട്, കാരണം എല്ലാവരും ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണ്, വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ ഒരുപാട് പേര് വെജിറ്റേറിയൻസ് ആവുന്നുണ്ട്. ഇങ്ങനെ പല ഇതിലുണ്ട്. പക്ഷെ ഈ ഓർഗാനിക് എന്ന് പറയുന്ന ലെവലില് വളരെ സമാധാനത്തോടു കൂടിയാണ് നമ്മൾ പോയി ഓർഗാനിക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം സേഫ് ആണെന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ നമുക്കൊരു കോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആൻസറിലോട്ട് വരാം. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? പാലക്കാട് നിന്നും ആരാണ്? പാലക്കാട് നിന്നും ഹെയർനിസ. ഓക്കെ, ചോദിച്ചോളൂ ഹെയർനിസ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഇനി മേഡം, എനിക്ക് എന്താ ഈ കക്കിരിക്കണ്ടല്ലോ, വെള്ളരിക്കും കക്കിരിക്കൊക്കെ പച്ചക്കറി ഇങ്ങനാന്ന് പറയുമല്ലോ തൊലിയോട് കൂടി. കക്കിരി അതായത് സലാഡ് വെള്ളരി അല്ലേ? സലാഡ് വെള്ളരി അതല്ലേ കക്കിരി എന്ന് പറയുന്നത്? സലാഡ് വെള്ളരി തൊലി ചെത്തിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. തൊലിയോടെ തിന്നെ പലതും പണ്ട് നമ്മൾ തൊലിയോടെ കഴിക്കണമെന്ന് പറഞ്ഞത് സലാഡ് വെള്ളരി തൊലി ചെത്തിയിട്ട് കഴിക്കുന്നത് തന്നെ നല്ലത്. സലാഡിനാണെങ്കിൽ തൊലി ചെത്തി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. തൊലിയോടെ സലാഡ് വെള്ളരി ഉപയോഗിക്കണമെന്നില്ല, തൊലി ചെത്തിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് പയറ് കഴുകാനായിട്ട് വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി. അല്ലെങ്കിൽ ഉപ്പുവെള്ളമുണ്ട്, വിനാഗിരിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ വാളൻപുളിയുടെ വെള്ളമുണ്ട്, വാളൻപുളിയുടെ സത്ത്.
പയർ കുറെ കൂടെ വിഷാംശം ഉള്ളതായതുകൊണ്ട് അത് വാളൻപുളി ലായനി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ശരി, താങ്ക് യു ഫോർ കോളിംഗ്. അല്ല, ഈ പറഞ്ഞ നമുക്ക് പറഞ്ഞില്ല ഓർഗാനിക്കിന്റെ, അപ്പോൾ അത് എത്രത്തോളം അത് സേഫ് ആണ്? ഓർഗാനിക് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സാക്ഷ്യപത്രത്തോടു കൂടിയുള്ള ഓർഗാനിക് സാക്ഷ്യപത്രത്തോടു കൂടിയുള്ള കൃഷിയുണ്ട്, ജൈവ കൃഷി. ആ ജൈവ കൃഷി കേരളത്തിൽ വളരെ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ വളരെയധികം, കൃഷി വകുപ്പ് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആവശ്യത്തിന് തക്കവണ്ണമുള്ള ജൈവ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എല്ലാ ഐറ്റവും പറ്റുന്നില്ല. ഉദാഹരണത്തിന് കറിവേപ്പ് ഓർഗാനിക് ഫാർമേഴ്സ് ആരും അങ്ങനെ ഓർഗാനിക്കായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന കറിവേപ്പില്ല. മല്ലിയില ഓർഗാനിക് ഇല്ല, പുതിനയില ഓർഗാനിക് ഇല്ല. അപ്പം നമ്മളൊരു കടയിൽ ചെന്നാൽ നമുക്ക് എല്ലാ ഐറ്റവും വേണം. ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ കാണും. കത്തിരി, വഴുതന ഓർഗാനിക് ആയിരിക്കും, വളരെ വിഷരഹിതമായിരിക്കും, സംശയമില്ല. വെണ്ടയ്ക്ക ഓർഗാനിക് ആയിരിക്കും, വിഷരഹിതമായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിക്കുന്ന കറിവേപ്പിലയോ മല്ലിയിലയോ പച്ചമുളകോ എടുത്തു കഴിഞ്ഞാൽ അത് അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. പച്ചമുളക് കേരളത്തിൽ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന വളരെ അപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഉപയോക്താവിൻ്റെ വീക്ഷണത്തിൽ കൂടെ നോക്കിയാൽ നമുക്ക് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ജൈവമായിട്ട് സുരക്ഷിതമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള നഗരത്തിലുള്ള ഏതാണ്ട് 6 കടകളിൽ നിന്ന് റെഗുലറായിട്ട് എടുക്കുന്നുണ്ട്. കടകളുടെ പേര് റിവീൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ പട്ടണത്തിൽ തന്നെയുള്ള ഓർഗാനിക് എന്നുള്ള ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആദ്യത്തെ 3 തവണത്തെ റിപ്പോർട്ടിനകത്ത് പൂർണ്ണമായിട്ടും ഇത് വിഷരഹിതമല്ലെന്നാണ് കണ്ടത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പച്ചമുളക്, ബാക്കിയുള്ളതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞ പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പുതിനയില, ചീര, പടവല, ഇങ്ങനെ കോവയ്ക്ക, ഇങ്ങനെ ചില 1-2 കടകളിൽ കോവയ്ക്കയിലും കണ്ടു. കടകൾക്ക് പക്ഷേ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ആവശ്യത്തിന് ഓർഗാനിക് എന്ന് പറഞ്ഞ് ആ ജൈവ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടാതെ വരുമ്പോൾ സോഴ്സ് ചെയ്യുന്ന കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചയായിരിക്കും എന്നാണ്. എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് വളരെ വിശദമായിട്ട് മാധ്യമങ്ങളിൽ വന്നു. ഈ 3 മാസത്തെ പരിശോധനാ ഫലം പല മാധ്യമങ്ങളിൽ വന്നു. അതിനുശേഷം പിന്നത്തെ അടുത്ത 3 മാസത്തെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ കാര്യമായ കുറവുണ്ട്. അപ്പോൾ അവിടെ എന്തോ ഈ സോഴ്സിങ്ങിൽ ഉണ്ടായ ചെറിയ ലൂപ്പ് ഹോൾസ് അടച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ്, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണല്ലോ അവർ. കാരണം അതിന് റേറ്റ് കൂടുതലാണ്, കൂടുതലൊരു 10-15% റേറ്റ് കൂടുതൽ കൊടുക്കുന്നു. മറ്റുള്ള പച്ചക്കറി കടകളിൽ നിന്നും വ്യത്യാസം. അതെ, മാത്രമല്ല വളരെ വിശ്വാസത്തോടെയാണ് അവിടുത്തെ ഉപഭോക്താക്കൾ ചെല്ലുന്നത്. സ്ഥിരമായിട്ട് അവിടെ നിന്ന് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കി ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ കാര്യമായ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ഒരു 3 മാസത്തെ നോക്കിയപ്പം വളരെ ഏതാണ്ട് ഒരു 5% താഴെയാണ് ചില ഷോപ്പുകളിൽ നിന്ന്. നേരത്തെ 10-15 ഉണ്ടായിരുന്ന സ്ഥാനത്ത് വളരെ കുറഞ്ഞു. എങ്കിലും നമ്മൾ ഓപ്പൺ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് വെറും ചാല, പാളയം പോലെയുള്ള കമ്പോളം മാത്രമല്ല, ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും എല്ലാ ഉൽപ്പന്ന വൈവിധ്യം നോക്കിയാൽ ഈ ജൈവ കടകൾ വളരെ ഫാർ ബെറ്റർ എന്ന് തന്നെ പറയാം. ശരി. അപ്പം വിഷം ഉള്ളിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്നുള്ളവർ വില കൂട്ടി ഓർഗാനിക് ഷോപ്സിൽ പോയി വാങ്ങിക്കേണ്ടി വരും അല്ലേ? ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? താരാബായി, ചോദിച്ചോളൂ. അതെ, പിന്നെ ഈയിടെ തണ്ണിമത്ത ഇവിടെ കൊണ്ടുവന്ന് അത് ഇങ്ങനെ പ്രശ്നമുണ്ട്. പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. തണ്ണിമത്ത ഇങ്ങനെ മുറിച്ചപ്പോഴത്തേക്കൊരു പുറമേ കണ്ട ഒരു പ്രശ്നമില്ല, മുറിച്ചപ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് അതിനകത്തുനിന്ന്. എന്നിട്ട് ഈ വിരലൊക്കെ നമ്മളിങ്ങനെ തൊടുമ്പോ അങ്ങ് കേറി പോകും അതിനകത്തോട്ട്. തണ്ണിമത്തൻ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും തണ്ണിമത്തന്റെ കായ്ക്കകത്ത് ഇതുവരെയും വിഷാംശം കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എല്ലാരും ഞങ്ങൾ ഈ പരിസരത്തുള്ളതൊക്കെ എല്ലാരെയും വിളിച്ച് കാണിച്ചു. തണ്ണിമത്തയിലും ഇങ്ങനെ ഉണ്ടോ, നമുക്കിത് വല്ലവരെയും വിളിച്ച് ഹെൽത്തിന്റെ ആരെങ്കിലും വിളിച്ച് കാണിക്കണോ എന്നൊക്കെയുള്ള ഒരു പിന്നെയും കച്ചവടക്കാരുടെ അറിയുന്നവരാടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചത്. നമ്മള് സ്ഥിരം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു കടയിൽ നിന്നാ വാങ്ങിച്ചത്. അതുപോലെ ഇങ്ങോട്ട് പറഞ്ഞ പുറമേ കണ്ടാ ഒന്നുമില്ല. അത് ചിലപ്പോ അപൂർവമായിട്ട്, കാരണം ഞങ്ങൾ ഈ സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ എല്ലാ ജില്ലകളിൽ നിന്നും മാറി മാറി എടുക്കാറുണ്ടെങ്കിലും അങ്ങനെ നോക്കി ഇതുവരെയും തണ്ണിമത്തൻ, 2 ഇനം തണ്ണിമത്തനുണ്ടല്ലോ, ഇളം പച്ച വലിപ്പമുള്ളത്, പിന്നെ കടും പച്ച നിർത്തി കിരണം എന്ന് പറഞ്ഞതാണ്. ഈ 2 ഇനവും പരിശോധിച്ച് നോക്കി ഇതുവരെ അതിനകത്ത് ഒരു കുഴപ്പവും കണ്ടില്ല. അപ്പം
അപ്പോൾ ഇതിനകത്ത് അതെ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ, കേരളത്തിൽ മാത്രമല്ല മറ്റു സ്ഥലത്ത്. അപ്പോൾ ആരെങ്കിലും ഒരാളൊരു അക്രമം കാണിച്ചെങ്കിൽ അതിൻ്റെ ഫലം നമ്മളതിന് അങ്ങനെ റെയറായിട്ട് അങ്ങനെ ഇതുവരെയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ. കൂടുതൽ നിരീക്ഷണം. താരാഭായി പിന്നെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു, അതിനുശേഷം പിന്നെ വാങ്ങിച്ചിട്ടില്ല, അത് കണ്ടങ്ങ് പേടിച്ചു പോയി. പിടിച്ച് തിന്നുന്ന അല്ല അതിന് അന്നേരം പിന്നെ അതായിരുന്നു വാങ്ങിച്ച് കഴിക്കുന്നത്. അല്ല അതിന് മുൻപ് വാങ്ങിച്ചപ്പോഴോ? അന്നേരം അത് ഇത് എന്തെങ്കിലും ഉണ്ടോന്നുള്ളതെന്ന് തിരക്കാന്. അത് ശരി, മുൻപ് എപ്പോഴെങ്കിലും വാങ്ങിച്ചപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഇന്ന് വരെ ഇല്ല. ഉണ്ടായിട്ടില്ല. ഇതേ നമ്മൾ വിശ്വാസത്തോടെ ആ ഒരെണ്ണത്തിൽ പറ്റിയതായിരിക്കും കേട്ടോ. അങ്ങനെ പൊതുവെ ഞങ്ങൾ ഇതുവരെ നോക്കിയ റിപ്പോർട്ടിൽ കണ്ടിട്ടില്ല. സേഫ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ശരി ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിനി അടുത്ത പറഞ്ഞ ഫ്രൂട്ട്സിലേക്കാണ്. അതായത് ഈ പറഞ്ഞ തുടക്കം തന്നെ പറഞ്ഞത് ഒരു ഈ തണ്ണീർമത്തനില് ഒരു സംശയം എപ്പോഴും വരാറുണ്ടായിരുന്നത് തണ്ണീർമത്തനകത്ത് ഈ ഷുഗർ സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അതൊക്കെ എക്സാജറേഷൻ. ഈ പഴവർഗ പച്ചക്കറികളെ പറ്റിയുള്ള ഈ വിഷപ്രശ്നം ഒത്തിരിയധികം എക്സാജറേറ്റ് ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അപ്പം ഞങ്ങളിത് ശാസ്ത്രീയമായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത് തന്നെ നേരത്തെ ഇവിടെ പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടോട് കൂടിയൊരു പ്രോജക്റ്റ് ഉണ്ട്. റെഗുലറായിട്ട് എല്ലാ മാർക്കറ്റും സർവേ ചെയ്തുകൊണ്ടിരുന്നു, എല്ലാ മാർക്കറ്റിൽ നിന്ന്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ വിവരങ്ങൾ പുറത്തു വിടാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് കേരള സർക്കാർ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ട് നിങ്ങൾ പൊതുജനങ്ങൾ അറിയണം, അവരല്ലേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പൊതുജനങ്ങളുടെ അറിവിലേക്ക് ക്രമമായിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കത്തക്കവണ്ണം ഒരു ടെസ്റ്റിംഗ് നടത്താമെന്ന് ചോദിച്ചു. അങ്ങനെ യൂണിവേഴ്സിറ്റിയും കൃഷി വകുപ്പും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് 2013 ജനുവരി 1 തുടങ്ങിയ സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞാണ് ആ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ക്രമമായിട്ട് ഈ 60 ഇനം പച്ചക്കറികളും ആദ്യ വർഷം 100 സാമ്പിൾ ഒരു മാസം എടുത്തെങ്കിൽ ഈ വർഷം അത് 200 ആക്കി, ഡബിൾ ആക്കി. അപ്പോൾ 200 സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വർഷം 2400 സാമ്പിൾ, ആദ്യ വർഷം 1200. അതായത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മാറി മാറി എടുക്കും. പിന്നെ എല്ലാം എന്നാലും നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന മൊത്തം ടൺ കണക്കിനുള്ള നോക്കിയാൽ ഈ സാമ്പിളിൻ്റെ അളവ് വളരെ കുറവാണ്, വളരെ അപര്യാപ്തമാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് വളരെ സങ്കീർണമാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയറാണ്. വളരെ വില കൂടിയ ഉപകരണങ്ങൾ, വിദേശ നിർമ്മിത ഉപകരണങ്ങൾ, 1.5 കോടി വരെയുള്ള ഉപകരണം ഉപയോഗിച്ചാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിന് ഒരു സാമ്പിൾ പരിശോധിക്കുന്നതിന് 6000 മുതൽ 8000 രൂപ വരെയാണ് ചിലവ്. അപ്പോൾ ഈ ചിലവ് മുഴുവൻ നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ വഹിക്കുന്നത് കൃഷി വകുപ്പാണ്, സംസ്ഥാന കൃഷി വകുപ്പാണ്. അപ്പോൾ ഈ സാമ്പിൾ ഞാൻ പറഞ്ഞ 3600 സാമ്പിളും ടെസ്റ്റ് ചെയ്യാനുള്ള ചിലവ് പൂർണ്ണമായിട്ട് നമ്മുടെ കൃഷി വകുപ്പ് വഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഈ 2 വർഷമായിട്ട് തുടരുന്നതും. ഇതിൻ്റെ റിപ്പോർട്ട് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തി എല്ലാ 3 മാസത്തിൽ. ആ വെബ്സൈറ്റിൽ നോക്കാമെങ്കിൽ ഇതിന്റെയൊക്കെ റിപ്പോർട്ട് കേരള.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി റിപ്പോർട്ടുകളുടെ ലിങ്ക് പരിശോധിക്കാമെങ്കിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്നുള്ള വാക്കടിച്ചു കൊടുക്കാമെങ്കിൽ ഈ റിപ്പോർട്ട് കിട്ടും. ഇങ്ങനെ 3 റിപ്പോർട്ട്. അതിപ്പം ഇനി നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, Kerala.gov.in പറഞ്ഞ ഔദ്യോഗിക വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് റിപ്പോർട്ട്സിന് പ്രത്യേക ഒരു ലിങ്ക് ഉണ്ട്, വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞാൽ. ആ ലിങ്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അല്പം പരതണം. ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 റിപ്പോർട്ട് ഇപ്പോൾ അതിനകത്തുണ്ട്. മാത്രമല്ല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അടുത്ത ദിവസം തന്നെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഇത് വളരെ വിശദമായിട്ട് കവർ ചെയ്യും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകൾ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ ബോധവൽക്കരിക്കപ്പെട്ടതും. അപ്പോൾ പക്ഷേ പഴവർഗ്ഗങ്ങളെ പറ്റി ഒരു സ്കെയർ ഉണ്ട്. പക്ഷേ ഞാനിത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ച് ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ പഴവർഗ്ഗങ്ങളിൽ വളരെ കുറവാണ്, എക്സെപ്റ്റ് മുന്തിരി. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? കൊല്ലത്തും പറഞ്ഞു. ചോദിച്ചോളൂ. പിന്നെ നമ്മുടെ ഈ മല്ലിയിലയും പുതിനയൊക്കെ ഈ വില കുറഞ്ഞ ഈ ഐറ്റമില്ലേ, മല്ലിയിലയും പുതിനയും ഒക്കെ നമ്മള് ഈ വില കുറഞ്ഞ ഐറ്റം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ച് ചീത്തയാവാതിരിക്കാൻ വേണ്ടി, ചീത്തയാവാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ചീത്തയാകാതിരിക്കാനാണ് ഞാൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. ഇത് മല്ലിയിലയാണെങ്കിൽ ആ തണ്ടോടുകൂടി വേര് മുറിച്ച് കളഞ്ഞിട്ട് അതൊരു ചെറിയ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൺ, ഇഴയകന്ന കോട്ടൺ തുണിയിൽ കവർ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകിൽ വിനാഗിരി ലായനി അല്ലെങ്കിൽ വാളൻപുളി ലായനിയിൽ 15 മിനിറ്റ് മുക്കി വെച്ച് കഴുകി ഉപയോഗിക്കണം. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ
കോട്ടൺ തുണി പൊതിഞ്ഞ്. അങ്ങനെ അത് ശരി. ഞാൻ വീട്ടിലേക്കുള്ള മറുപടിയാ പറഞ്ഞത്. കടകളിൽ സൂക്ഷിക്കുന്നതിന് ഈ ബൾക്ക് ഞാൻ ഈ പറഞ്ഞ മാർഗം അതിന് പറ്റത്തില്ല കേട്ടോ. ഈ പറഞ്ഞ മാർഗം എന്നാലും ഏതെങ്കിലും ഒരു കോട്ടൺ തുണിയിൽ ഈ മല്ലിയില ഒരു ചെറുതായിട്ട് നനച്ച് കവർ ചെയ്ത് റോൾ ചെയ്ത് വെക്കാമെങ്കിൽ കുറച്ചുകൂടെ ഇരിക്കും അത് കേട്ടോ. പിന്നെ അതിൻ്റെ ആ വേര് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറേ കൂടെ ശുചിയായിട്ട് വയ്ക്കുകയും ചെയ്യും. കാരണം വേരോട് ചേർന്ന് മണ്ണ് പറ്റിയിരിക്കുമല്ലോ. ആ മണ്ണിൽ കൂടെയും മറ്റ് മാലിന്യങ്ങൾ, കീടനാശിനി അല്ലാത്ത മാലിന്യങ്ങൾ അതിൻ്റെ മണ്ണിൽ കൂടെ വരുന്നുണ്ട്, വേര് പറ്റിയിരിക്കുന്ന മണ്ണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഈ പറഞ്ഞ പോലെയാണ്, അതായത് ഇപ്പം നമ്മൾ പഴവർഗ്ഗങ്ങളുടെ കാര്യം, അതായത് മുന്തിരിങ്ങ വാങ്ങിക്കുമ്പോൾ അതിന്റെ പുറത്തൊരു വെള്ള അതാണ് മുന്തിരി. പ്രത്യേകിച്ച് ഒരു ഇപ്പോൾ 4-5 ഇനം മുന്തിരിയുണ്ട്. അതിൽ ഏറ്റവും വില കൂടിയ ബ്ലാക്ക് സീഡ്ലെസ് കുറെ കൂടെ പ്രശ്നം കുറവാണ്. പച്ച നിറത്തിലുള്ള 2 ഇനമുണ്ട്, ചെറുതും വലുതും, അതും കുറേ പ്രശ്നം കുറവാണ്. ഇതിനിടയ്ക്കുള്ള ഒരു റോസ് കളറിലുള്ള മുന്തിരിയുണ്ട്, റോസ് മുന്തിരി. അതിൻ്റെ പുറത്താണ് ഈ മാഡം പറഞ്ഞ പോലെ ആ കോപ്പർ ഓക്സി ക്ലോറൈഡ് തുടങ്ങിയ കുമിൾനാശിനിയും കീടനാശിനിയുടെ കലർത്തിയൊരു സ്പ്രേയിങ് ഉണ്ട്. അത് ഹാർവസ്റ്റിലേക്ക് ഈ മുന്തിരി വിളയുമ്പോൾ മുതൽ ഇടവിട്ട് തെളിക്കുകയാണ്. അത് അവിടെ പറ്റി സ്റ്റിക്കറും കൂടെ ചേർക്കും. മഴ ഇത് വരുമ്പോൾ ആ ഫംഗിസൈഡ് ഒലിച്ചു പോകാതിരിക്കാനായിട്ട് സ്റ്റിക്കറൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്, അതിന്റെ തൊലിപ്പുറത്ത് പറ്റിയിരിക്കുന്നു. അപ്പൊ പഴവർഗ്ഗങ്ങളിൽ ആകെ സൂക്ഷിക്കേണ്ടത് ഗ്രേപ്സ് ആണ്. ഈ ഗ്രേപ്സ് പ്രത്യേകിച്ച് ഇത് ജ്യൂസ് 40 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നല്ല മനോഹരമായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസിനകത്ത് സംഭവിക്കുന്ന ഈ തൊലിയും കൂടെ മിക്സിയിലിട്ട് അടിച്ചു കഴിയുമ്പോൾ തൊലിക്കകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതുകൂടെ ജ്യൂസിനകത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രേപ്സിന് വളരെ സൂക്ഷിക്കണം. ഗ്രേപ്സ് ഞാൻ പറഞ്ഞ വിനാഗിരി ലായനിയും വളൻപുളി ലായനിയും ഒക്കെ നോക്കിയിട്ട് ഒന്നും ഫലപ്രദമല്ല. കാരണം അതിൻ്റെ അല്ല, കാരണം അതിന്റെ ഗ്രേപ്സ് മാത്രം അതിന്റെ ആ തൊലിപ്പുറത്തെ ഒരു പ്രത്യേകത കൊണ്ട് അത് പറ്റി ആകെ ചെയ്യാവുന്ന തൊലി കളഞ്ഞിട്ട് ബോൾ ഗ്രേപ്സ് എന്ന് പറഞ്ഞ് ഒരു ജ്യൂസ് ഉണ്ടല്ലോ, തൊലി കളഞ്ഞിട്ടുള്ളത്. തൊലി കളഞ്ഞിട്ടകത്തെ ആ പൾപ്പ് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു കോട്ടൺ തുണിയിൽ നല്ലവണ്ണം മൃദുവായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ കുറെ പോകും. അപ്പൊ കഴുകുമ്പോൾ പോകാത്തത് ആ സ്റ്റിക്കി നേച്ചർ കൊണ്ടാണ്. അപ്പൊ ഗ്രേപ്സ് കഴിയുന്നത് ഒഴിവാക്കുക. നിർബന്ധമുള്ളവർ ഈ രീതിയിൽ അതിന്റെ തൊലി കളയുകയോ അല്ലെങ്കിൽ നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്യുക തുണിയുണ്ട്. ഉണക്കമുന്തിരി തീർച്ചയായിട്ടും ഉണ്ട്. ഉണക്കമുന്തിരി ആകുമ്പോൾ കുറെ കൂടെ കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ ഉണക്കമുന്തിരിയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഫുള്ള് വന്നിട്ടില്ല. എന്തായാലും ഉണക്കമുന്തിരിയിലും ഉണ്ട് ഈ പറഞ്ഞ കോപ്പർ ഫംഗിസൈഡ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ബാക്കിയുള്ള ആപ്പിള്, ഓറഞ്ചൊക്കെ വളരെ സേഫാണ്. ഓറഞ്ചിന്റെ പ്രത്യേകിച്ച് തൊലി കളഞ്ഞാണ്, അല്ലിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓറഞ്ചിന്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ തൊലി കളയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും. വാക്സ് കോട്ടിങ് അത് കീടനാശിനി അല്ലെങ്കിലും ആ വാക്സ് അനുവദനീയമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ വാക്സിന്റെ ഗ്രേഡ് ഇന്ന തരത്തിലുള്ള വാക്സേ ഉപയോഗിക്കാവുന്നൊക്കെ നിബന്ധനയുണ്ട്. പക്ഷെ അത് ഈ കച്ചവടക്കാർ എന്താണൊക്കെയാണ് ഉപയോഗിക്കുന്നത്, തൊലി കളഞ്ഞ കഴിക്കുന്നതാണ് നല്ലത് ആപ്പിള്. പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കും സ്പൈസസിനെ കുറിച്ച്, സുഗന്ധവർഗ്ഗങ്ങളിൽ ആകെ നമ്മൾ പറഞ്ഞത് പച്ചമുളകും കറിവേപ്പില മല്ലിയിലേക്കാണ്. ഇത് അല്ലാതെ നമ്മൾ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിലാകെ പ്രശ്നമുള്ളത് 2 ഐറ്റമാണ്. ഒന്ന് ഏലക്കയും 2 ജീരകം, ചെറിയ ജീരകം. ഏലക്ക. ശരി. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? എന്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ തിരുവനന്തപുരം പേയാടിനാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. നേരത്തെ പറഞ്ഞതില് ഈ പച്ചക്കറി സാധനങ്ങളുടെ പുറമേക്കുള്ള റെസിപ്പിയുടെ കാര്യമാണ് പൊതുവെ പറഞ്ഞത്. ഇപ്പൊ ഈ പാവല്, പളവലും അതുപോലെ ഈ വാഴപോലും സാധനം നടുമ്പോഴ് ഈ മണ്ണിൽ തന്നെ പുരടാൻ ഉൾപ്പെടെയുള്ള വിഷം മുൻകൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇതിന്റെ ഈ ഭക്ഷണപദാർത്ഥങ്ങളുടെ അകത്ത് തന്നെ വിഷാംശം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് അത്തരം ഇതിന്റെ സാധ്യത നിങ്ങളുടെ പരീക്ഷണത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമുക്ക് ഇന്ത്യയിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കീടനാശിനി 240 കീടനാശിനികളുണ്ട്. അതിൽ ഈ പറഞ്ഞ സിസ്റ്റമിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ വേരിൽ ചുവട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചെടി വലിച്ചെടുക്കുന്ന ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചാലേ കേൾക്കത്തും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ടുള്ള ഈ പറഞ്ഞ സിസ്റ്റമിക് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളുടെ വിഷാംശം പൊതുവെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫിറഡാൻ നമ്മൾ കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഉദാഹരണത്തിന് വാഴയുടെ കാര്യം പറയാം. വാഴ പണ്ട് മുതലേ ഫിറഡാൻ ഉപയോഗിച്ച് നട്ടിട്ടുണ്ട്. ഞങ്ങൾ അത്
പ്രത്യേക ഒരു പരീക്ഷണം തന്നെ നടത്തി. വാഴയുടെ ചുവട്ടിൽ ഫ്യൂറഡാൻ ഇട്ടിട്ട് അതിൻ്റെ കൊലയിലും പഴുത്ത കായ്ക്കകത്തും അതിൻ്റെ കായുടെ തൊലിയും കൂമ്പും വാഴപ്പിണ്ടിയും ഒക്കെ പരിശോധിച്ചു. അപ്പോൾ ഈ വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വാഴയുടെ പ്രത്യേകത കാരണം ഈ കീടനാശിനി വാഴ വലിച്ചെടുത്ത് കഴിഞ്ഞാലും അത് ഇലയിലേക്കും പോളയിലുമാണ് പോകുന്നത്. അത് കൊലയിലേക്ക്, പിണ്ടി വഴി കൊലയിലേക്ക് പോകുന്നില്ല എന്നാണ് പരിശോധന കണ്ടത്. അപ്പോൾ അത് വാഴയുടെ പ്രത്യേകതയാണ്. പക്ഷെ പച്ചക്കറികളിൽ ഫ്യൂറഡാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു. പാവലിനൊക്കെ ചുവട്ടിൽ ഫ്യൂറഡാൻ ഇട്ട് നടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ പൂർണ്ണമായിട്ട് അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഭാഗത്ത് അനധികൃതമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ പരിശോധനയിൽ ഈ പറഞ്ഞ പുറമേ ഉള്ള സർഫസ് റെസിഡ്യൂസ് ആണ് കൂടുതലായിട്ട് കണ്ടത് സിസ്റ്റമിക്കിനേക്കാൾ. ചോദിച്ചോ. 5 വേണ്ട 2 അതിനേക്കാളിലും ഫലപ്രദമാണ് ഞാൻ പറഞ്ഞ 2 വാളൻപുളിയും വിനാഗിരിയും. ഞങ്ങൾ ഇതെല്ലാം പരീക്ഷിച്ചു. 2% വാളൻപുളിയാണെങ്കിൽ വാളൻപുളി പാക്കറ്റിൽ അതിൻ്റെ പേസ്റ്റ് കിട്ടും. ഇപ്പോൾ വാളൻപുളി പേസ്റ്റ് 3-4 ബ്രാൻഡ് കിട്ടും. അതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ 20 ഗ്രാം പേസ്റ്റ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിൽ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ. അപ്പോൾ 2%, ഇത് രണ്ടും 2% വരും. വിനാഗിരി ആണെങ്കിലും വാളൻപുളി പേസ്റ്റ് ആണെങ്കിലും 2% ലായനിയിൽ 10-15 മിനിറ്റ് മുക്കി വെച്ച ശേഷം 1-2 തവണ ശുദ്ധജലത്തിൽ കഴുകിയാൽ ഏതാണ്ട് 80%-90% വരെ കീടനാശിനികൾ മാറ്റാമെന്നാണ് കണ്ടിട്ടുള്ളത്. അതെയല്ല. ശരി, താങ്ക് യു. നമ്മൾ ആപ്പിള്, ഓറഞ്ചൊക്കെ എത്തി. ആപ്പിളിനകത്ത് വളരെ അപൂർവമായിട്ട് കുമിൾനാശിനിയുടെ അംശം മാത്രമാണ് കണ്ടത്. പിന്നെ മാതള നാരകം ഒരു 10-15% ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്കുള്ള സാമ്പിളുകളിൽ കാണാറുണ്ട്. കാരണം ഇതും നമ്മൾ ഇത് നമ്മുടെ ഇപ്പം ഞാൻ പറയാം, എനിക്ക് നമുക്ക് ഡെങ്കി ഫീവർ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ മാതള നാരങ്ങ അങ്ങനെ പേടിക്കണ്ട കേട്ടെങ്കിലും ഒരു 10-15%. ഞങ്ങളതിൻ്റെ തൊലി കളഞ്ഞിട്ട് അകത്തെ അല്ലി മാത്രമാണ് പരിശോധിച്ചത്. അപ്പോൾ മൊത്തം സാമ്പിളുകളുടെ എണ്ണം നോക്കിയാൽ ഒരു 10-12% മാത്രം കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇതും ഓവറായിട്ട് നമ്മൾ മുന്തിരി പോലെ ഡേഞ്ചറസ് അല്ല. പൈനാപ്പിൾ സേഫാണ്, ഓറഞ്ച് സേഫാണ്. മാങ്ങയിൽ കീടനാശിനിയുടെ അംശം ഒട്ടും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. മാങ്ങയിലുള്ള പ്രശ്നം മറ്റൊന്നാണ്. ഇപ്പൊ പത്രങ്ങളിലൊക്കെ അതിന്റെ പഴുപ്പിക്കുന്നത് അത് കൃഷിക്കാരല്ല ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് മാവിൻ തോട്ടത്തിൽ നിന്ന് മൊത്തക്കച്ചവടക്കാർ മൊത്ത വിലയ്ക്ക് അധികം വിളയാത്ത മാങ്ങ വാങ്ങി കൊണ്ടുവന്നിട്ട് അത് കാർഡ്ബോർഡ് പെട്ടിയിലോ അല്ലെങ്കിൽ ടാർപ്പാളിനിട്ട് മൂടിയോ ചിലപ്പോൾ ട്രക്കിൽ ലോഡ് ചെയ്ത് വരുന്ന സമയത്തോ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന രാസവസ്തു വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന അസറ്റിലീൻ എന്ന് പറയുന്ന ഗ്യാസാണ്. ഈ അസറ്റിലിൻ ഗ്യാസ് മാങ്ങ പഴുപ്പിക്കുന്നതിൽ ആ പ്രോസസ്സിനെ ആക്സലറേറ്റ് ചെയ്യും, സ്പീഡപ്പ് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ എഥിലീൻ എന്ന് പറയുന്ന ഗ്യാസ് നാച്ചുറലായിട്ട് പഴുപ്പിക്കലുള്ളത്. അതിന് പകരം ഈ കാൽഷ്യം കാർബൈഡ് വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന അസറ്റിലിൻ വെച്ച് പഴുപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് വിളയാത്ത മാങ്ങ അപ്പോൾ അതിൻ്റെ പുറം തൊലി നല്ല മനോഹരമായിട്ട് സ്വർണ്ണ നിറമായിട്ട് മാറും. മുറിച്ച് കഴിയുമ്പോൾ അതിനകത്തെ ഫ്ലഷിന് വിളർച്ചയായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ് കുറവ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന പൊടി വേറൊരു ടിന്നിലോ പാക്കറ്റിലോ വെള്ളവുമായിട്ട് ചേർത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെക്കുന്നത്. ഈ മാങ്ങ അതിൽ അത് കാൽഷ്യം കാർബൈഡ് ഹാനികരമാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് നിരോധിച്ചിട്ടുള്ളതാണ് പൂർണ്ണമായിട്ട്. പക്ഷെ അത് മാങ്ങയുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ ഈ കാൽഷ്യം കാർബൈഡ് കീടനാശിനി വിഭാഗത്തിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പരിശോധനയ്ക്ക് സൗകര്യമില്ല. അത് ഫുഡ് സേഫ്റ്റി ലാബുകാർ പരിശോധിക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് തമിഴ്നാട് അയൽ സംസ്ഥാനത്തെ ഫുഡ് സേഫ്റ്റി വിങ്ങും ഈ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ചകളൊക്കെ നടക്കാനുള്ള രീതിയിൽ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിരുന്നു. കോളുണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? പത്തനംതിട്ട. ആരാ സംസാരിക്കുന്നത്? ചോദിച്ചോ. പിന്നെ ഈ ജീരകവും ഏലക്കാതെ ഡോക്ടർ പറഞ്ഞു, അത് വീണ്ടും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതെന്താന്ന് ചോദിക്കാൻ തീർത്ത് പറഞ്ഞതിന്റെ ഇടയ്ക്ക് വിഷയം മാറിപ്പോ. ഏലക്ക, നമ്മുടെ ഏലം കൃഷി ചെയ്യുന്നിടത്ത് ഏലത്തിൽ വരുന്ന ഒരു പേനുണ്ട്, ചൊറി എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ പോകും. അതുകൊണ്ട് വളരെ ആവർത്തിച്ചുള്ള മരുന്ന് പ്രയോഗം ഏലത്തോട്ടത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ കീടനാശിനിയുടെ വിഷാംശം അതിൻ്റെ തോടിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് പ്രത്യേകം പരിശോധിച്ചു. ഏലക്കയുടെ തോടിൽ എത്രയുണ്ട്, അകത്തുള്ള അരിയിൽ എത്ര ഉണ്ട് എന്ന് പരിശോധിച്ചപ്പോൾ അരിയിൽ ഏതാണ്ട് 10% താഴെയുള്ളൂ. അപ്പോൾ നമ്മൾ ഏലക്ക ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ തോട് കളഞ്ഞിട്ട്
തോട് കളഞ്ഞിട്ട് അതിനകത്തെ അരി മാത്രം ഉപയോഗിച്ചാൽ ഈ പ്രശ്നം ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറ്റാം. പക്ഷേ ഏലക്ക മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുത്ത സാമ്പിളുകളിൽ 90% മുകളിലും വിഷമയമായിരുന്നു. ജീരകവും അതേപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ജീരകത്തിനകത്തും ഒരു 6-7 തരത്തിലുള്ള വ്യത്യസ്ത കീടനാശിനികളാണ് കണ്ടത്. അപ്പോൾ ജീരകം പക്ഷേ തിളപ്പിച്ച് ജീരക വെള്ളം നോക്കിയപ്പോൾ ജീരകത്തിലെ വിഷം ഈ വെള്ളത്തിലേക്ക് മാറുന്നില്ല എന്നാണ് കണ്ടത്. അപ്പോൾ ജീരക വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ജീരകം പൊടിയായിട്ട് ജീരകപ്പൊടി കറിക്കകത്ത് ഉപയോഗിക്കുമ്പോൾ ജീരകം കഴുകി ഞാൻ പറഞ്ഞ പോലെ വാളൻപുളിയുടെ വെള്ളത്തിൽ അതിൻ്റെ ചാറിനകത്ത് അല്പസമയം മുക്കിയിട്ട് ഒരു സ്ട്രെയിനർ നമ്മൾ ഈ ചായയൊക്കെ അരിക്കുന്ന അരിപ്പയ്ക്കകത്തിട്ട് നല്ലവണ്ണം തിരുമ്മി കഴുകിയാൽ അതിൽ കുറേ മാറ്റാൻ സാധിക്കുമെന്നാണ്. ഓക്കെ, താങ്ക് യു. ഈ സ്പൈസസിൽ തന്നെ പിന്നെ വന്നത് ഈ പട്ട, കറുവപ്പട്ട ഒരു കുഴപ്പമില്ല, കറുവപ്പട്ട കുഴപ്പമില്ല, ഗ്രാമ്പ് കുഴപ്പമില്ല, കുരുമുളക് കുഴപ്പമില്ല, ആകെ ഏലക്ക, ജീരകം, പിന്നെ മുളക് പൊടി. പിന്നെ നമ്മൾ കണ്ടുവരുന്ന മഞ്ഞളിനും ഒരു മഞ്ഞളിന്റെ പ്രശ്നം മറ്റൊന്നാണ്, നിറം കിട്ടാൻ വേണ്ടിയിട്ട് മായം ചേർക്കാറുണ്ട്. അത് ഞങ്ങളുടെ പരിശോധന വരുന്നില്ല എങ്കിലും അത് സൂക്ഷിക്കേണ്ട ഒരു വിഷയം. കാരണം ചില ലെഡ് ക്രോമേറ്റ് പോലെയുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമാണ്, വലിയ ആരോഗ്യ പ്രശ്നമാണ്. അപ്പോൾ അത് വേറൊരു പരിശോധന. മഞ്ഞൾ വാങ്ങിച്ചിട്ട് പൊടിക്കും, മഞ്ഞൾ വാങ്ങിച്ച് കഴിയുമ്പോൾ മഞ്ഞൾ വാങ്ങി പൊടിപ്പിക്കും. മഞ്ഞള്, മല്ലി, മുളക്, ഗോതമ്പ്, അരി ഇതെല്ലാം സമയമുള്ള വീട്ടമ്മമാര് കഴുകി ശുദ്ധീകരിച്ച് ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും സേഫായിട്ട്. അരി എത്രമാത്രം സേഫ്? അരി ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള നമ്മുടെ സാധാരണ ചമ്പാവരി, വെള്ളയരി എല്ലാം നോക്കി സാധാരണ കഴിക്കുന്ന അരിക്ക് അങ്ങ് ഒരു കുഴപ്പമില്ല. ആകെ കുഴപ്പം കണ്ടിട്ടുള്ളത് ബസ്മതി അരി. ബസ്മതി അരി കാരണം ബസ്മതി അരിക്ക് വില കൂടുതലാണ്. 100 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതിനകത്ത് ഒരു ചെള്ള് വന്നു കഴിഞ്ഞാൽ ഒരു പാക്കറ്റിൽ 1-2 ചെള്ള് കണ്ടാൽ അത് ഡിസ്കാർഡ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ ഏത് രംഗത്തെന്ന് അറിയുന്നില്ല, സ്റ്റോറേജിലാണോ പാക്കിങ്ങിലാണോ എവിടെയോ കീടനാശിനി പ്രയോഗം നടത്തുന്നുണ്ട്. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടി. പക്ഷെ അതും വളരെ ഫലപ്രദമായിട്ട് മാറ്റാൻ കഴിയും. 2-3 പ്രാവശ്യം വെറും വെള്ളത്തിൽ കഴുകിയിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. വെള്ളത്തിൽ മുക്കി നല്ലവണ്ണം തിരുമ്മി കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റി. ഇതും ഞങ്ങളുടെ ഒരു PG വിദ്യാർത്ഥിനി കണ്ടുപിടിച്ചാണ്, ഒരു ഡോക്ടർ പല്ലവി. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ഞാൻ പാർവതി. പാർവതി എവിടുന്നാ വിളിക്കണേ? ഞാൻ തിരുവല്ല. ചോദിച്ചോളൂ. ഈ ആപ്പിളിന്റെ പുറമെ ഈ വെളുത്ത പൊടി കാണാറുണ്ട്, അത് എന്തുകൊണ്ടാ? ആപ്പിളിന്റെ പുറത്ത് വെളുത്ത പൊടി കാണുന്നെങ്കിൽ അത് കുമിൾനാശിനി തന്നെയായിരിക്കും. കുമിൾനാശിനിയാണ്. വെള്ള നിറത്തിലുള്ള പൊടി പോലെ കാണുന്നത് കുമിൾനാശിനിയാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് വെറും വെള്ളത്തിൽ കഴുകിയാൽ അത് പോകും. കാരണം ആപ്പിളിൻ്റെ പുറമേ തന്നെ ഒരു മെഴുക് പോലെയുള്ള ഒരു ആവരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് അവിടെ പറ്റി നിൽക്കത്തില്ല, എളുപ്പത്തിൽ നമുക്ക് കഴുകി കളയാൻ പറ്റും. അതുകൊണ്ട് ആപ്പിൾ പൊതുവെ പേടിക്കേണ്ടാത്തൊരു പഴവർഗ്ഗമായിട്ടാണ് ഞങ്ങൾ കൂട്ടിയിരിക്കുന്നത്. ആപ്പിൾ കഴിക്കാം, മാങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ ഇതൊന്നും വലിയ പ്രശ്നമില്ല. മുന്തിരി മാത്രമാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പം ഈ പല നമ്മുടെ ഇപ്പം അവയർനെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഈ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പേപ്പറിൽ ഇത് വായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അത്ര ഒരു ശ്രദ്ധ സമയമില്ല, ഒന്നുകിൽ സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാൽ കഴിക്കുകയാണ്. പക്ഷേ ഇതിൽ ശരിക്കും ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇത് വരുത്താനായിട്ട് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഇതും അഗ്രികൾച്ചറൽ കോളേജും കൂടെ ചേർന്നിട്ടുള്ള സംയുക്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കൃഷി വകുപ്പ് ഇതിനകത്ത് ചെയ്ത ഞാൻ പറഞ്ഞില്ല ആദ്യം ഇതിൻ്റെ സേഫ് ട്വീറ്റ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് കൂടെ കൃത്യമായിട്ട് റിപ്പോർട്ട് ജനങ്ങളുടെ അറിവിലേക്ക് പബ്ലിക് ഡൊമൈനിൽ എത്തിച്ചു. ഇതാണ് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനായിട്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ തന്നെ പരിശോധിക്കാത്ത പല സാധനങ്ങളും ഇപ്പോൾ ഈ ഉണക്കമുന്തിരിയും ഇതൊക്കെ ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ നോക്കാത്തതാണ്. അപ്പോൾ പല സാധനങ്ങളും നമ്മൾ പരിശോധന തുടങ്ങിയെന്നുള്ള ഒരു വലിയ നേട്ടമാണ്. എന്നിട്ട് ഈ അറിവ് ജനങ്ങളിലേക്ക് പകർന്നു. ഇതിലുപരി കർഷകരിൽ ഉൽപാദന രംഗത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ളൊരു പരീക്ഷണം നടത്തിയത് VFPCKയുടെയും അതുപോലെ കൃഷി വകുപ്പും കൂടെ ചേർന്നിട്ട് നടത്തി. നെടുമങ്ങാടും VFPCKയുടെ പാപ്പാഞ്ചാണി എന്ന് പറയുന്ന ഏലയിലുള്ള കർഷകരെ സെലക്ട് ചെയ്ത് ഒരു 50-60 കൃഷിക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് നമ്മൾ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തു. എങ്ങനെ ശരിയായ കാർഷിക മുറകൾ, എങ്ങനെ ഈ വിഷം കൂടിയ കീടനാശിനികൾക്ക് പകരം കുറെ കൂടെ ഫലപ്രദവും കുറെ കൂടെ സുരക്ഷിതവുമായ വിഷം കുറഞ്ഞ ജൈവ കീടനാശിനികളും പുതിയ തലമുറ കീടനാശിനികളും ഒക്കെ പ്രയോഗിക്കുന്നവരെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നെടുമങ്ങാട് ഒരു വലിയ വിജയം. പാലപ്പൂർ ഭാഗത്ത് അത്ര പൂർണ്ണ വിജയം എന്ന് പറയാനൊക്കത്തില്ലെങ്കിൽ നെടുമങ്ങാട്ടെ കൃഷിക്കാർ
വലിയ വിജയം കിട്ടി. അത് മാത്രമല്ല അവർക്കൊരു ഇൻസെൻറ്റീവ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ മാർക്കറ്റിൽ ലേല ദിവസം പോയി അവിടെ നിന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് വന്ന് പരിശോധിച്ചതിൻ്റെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലേലത്തിന് കിട്ടുന്ന വിലയുടെ 15% അധിക വിലയായിട്ടൊരു ഇൻസെൻറ്റീവായിട്ട് പ്രീമിയമായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ കൃഷിക്കാർ ഇപ്പോൾ ഈ പ്രോജക്റ്റിലേക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ഈ ഉൽപ്പന്നം ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിന് ഹോർട്ടികോർപ്പ് തയ്യാറായി. ഹോർട്ടികോർപ്പ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പഴവങ്ങാടിയിലുള്ള സ്റ്റോളിൽ അമൃതം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പേരോടുകൂടി ഈ സേഫ് ടു ഈറ്റ് എന്ന് ബ്രാൻഡ് ചെയ്ത ഉൽപ്പന്നം വിൽക്കാൻ ഒരു ശ്രമം തുടങ്ങി. പക്ഷേ ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്ന രീതിയിൽ പരിശോധന പ്രായോഗികമല്ല. അപ്പോൾ അവിടെ പോയി സാമ്പിൾ എടുത്ത് പരിശോധിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷകർക്ക് അധിക വില കൊടുത്തത്. ഇത് കേരളം മുഴുവൻ എങ്ങനെ പ്രായോഗികമാക്കും? അതിന് തക്കവണ്ണമുള്ള ലാബറട്ടറിയും അതിന് തക്കമുള്ള നെറ്റ്വർക്കും ഒരു സെറ്റപ്പും ഉണ്ടെങ്കിൽ മാത്രം ചിന്തിക്കാവുന്നതാണ്. എന്തായാലും ഒരു നല്ല. പക്ഷേ ഗവൺമെന്റിന്റെ തലത്തുനിന്നും അഗ്രികൾച്ചർ കോളേജിന്റെ തലത്തുനിന്നും ഈ പറയുന്ന എല്ലാ കൃഷിക്കാരെയും, അതായത് ഇതിലേക്ക് വളരെ സീരിയസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൃഷി നടത്തി വരുന്ന ചില കൃഷിക്കാര്, അപ്പൊ അവരിലെ ഈ ബോധം ഉണ്ടാക്കി ഓൾ കേരള ഒരു ലെവലിലൊന്ന് കൊണ്ടുവന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അതിനുവേണ്ടിയാണ് കൃഷി വകുപ്പ് ഇപ്പം മെയ്ഡ് ഇൻ കേരള സേഫ് ടു ഈറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു വലിയൊരു പ്രോഗ്രാം തന്നെ തുടങ്ങി. അതിലെല്ലാം ഉപരി ഇപ്പോൾ നമ്മൾ ഈ ജൈവ കൃഷിക്ക് പരമാവധി പ്രോത്സാഹനം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിലും കൂടുതലായിട്ട് ടെറസ് കൃഷി, സ്കൂൾ വളപ്പിലെ കൃഷി, ഇങ്ങനെ കൃഷി വകുപ്പ് ഒട്ടനവധി പ്രോഗ്രാമിൽ കൂടെ എങ്ങനെയെങ്കിലും ഈ പച്ചക്കറിയിലെ വിഷപ്രശ്നം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ടെറസ് കൃഷി, ഒരു കൃഷിയോട് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും ടെറസിൽ ഒരു 10-20 ഗ്രോ ബാഗുകളിൽ പച്ചമുളക്, പിന്നെ ചീര, പച്ചമുളക്, ചീര, പുതിന, മല്ലി കൃഷി ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ പുതിന വളരെ എളുപ്പമാണ്. മാർക്കറ്റിൽ കിട്ടുന്ന പുതിന ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ, അല്പം വെയിലില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ അത് പിടിക്കും. പിന്നെ കറിവേപ്പ് നമ്മുടെ വീട്ടിൻ്റെ പുറകിലോ കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കും. പച്ചമുളക് എളുപ്പത്തിൽ കൃഷി ചെയ്യാം. പച്ചമുളകിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ കടയിൽ കിട്ടുന്ന ചുവന്ന വറ്റൽമുളകുണ്ടല്ലോ, ആ വറ്റൽമുളകിൻ്റെ വിത്ത് എടുത്താൽ മതി. വറ്റൽമുളക് ഉണക്കിയിട്ട് അതിനകത്ത് വിത്ത് എടുത്തിട്ട് പാകിക്കഴിഞ്ഞാൽ മുളക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. അത് ഒരു മുളക് ചിലപ്പോൾ 6-7 മാസം 8 അല്ല ചിലപ്പോൾ 1 വർഷം വരെ അതിൽ നിന്ന് മുളക് കിട്ടും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മുളകിനൊരു കേടുണ്ട്. മണ്ടരി, നേരത്തെ പറഞ്ഞ ഇലപ്പേനും മണ്ടരിയും വന്നിട്ട് ഇല കുരുടിക്കും. അപ്പോൾ ആ കുരുടിക്കുന്നത് അപ്പം തന്നെ നുള്ളിക്കളയുക. പിന്നെ കഞ്ഞിവെള്ളം, നമ്മുടെ നാട്ടുമ്പുറത്തെ കൃഷിക്കാർ കണ്ടുപിടിച്ച ഒരു പ്രയോഗമാണ്, കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിക്കുക. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ലെയർ, ലായനി അവിടെ വന്നിട്ട് സ്പ്രേ അടിയിലും മുകളിലും അടിക്കുമ്പോൾ അതൊരു പാട പോലെ, നല്ല വെയിലുള്ള സമയത്ത് ഇത് ചെയ്യാവും. അപ്പോൾ ഈ പാട പോലെ ഇതങ്ങ് ഇളകി പോകുന്ന കൂട്ടത്തിൽ ആ മണ്ടരികളും നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഈ ഗ്രോ ബാഗിനകത്ത് ചുവട്ടിലിട്ടാൽ അത് വേപ്പിൻ പിണ്ണാക്കിനകത്ത് വളരെ നല്ല ജൈവ കീടനാശിനികളുണ്ട്. അത് പിന്നെ ഈ ചെടി വലിച്ചെടുക്കും. അതോടൊപ്പം തന്നെ വേപ്പെണ്ണ അടങ്ങിയ കീടനാശിനികൾ മാർക്കറ്റിൽ കിട്ടും. അല്പം വില കൂടുതലാണെങ്കിലും നമ്മൾ ജൈവ കീടനാശിനി ചോദിച്ച് വാങ്ങി ഇത്തരം ടെറസ് കൃഷിയിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെങ്കിലും ഗ്രാസ കീടനാശിനി ഒഴിവാക്കി ചെയ്യുക. പിന്നെ പാവൽ പടവലത്തിലൊക്കെ നമ്മൾ കൂട് ഉപയോഗിക്കുക, കവർ ചെയ്യുക, അങ്ങനെയുള്ള വളരെയധികം കീടനാശിനി. തീർച്ചയായിട്ടും. അപ്പം ഇത് സർവ്വ പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കൃഷി വീട്ടിൽ തന്നെ അത്യാവശ്യമായ പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ വരുന്നതിന് ഇപ്പം ഒരുപാട് പറഞ്ഞു തന്നു. അതായത് എങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചക്കറി, പുറത്തുനിന്ന് സംസ്ഥാനത്ത് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ ഉപ്പ് വെള്ളത്തിലും അതുപോലെ അല്ല വിനീഗർ വെള്ളത്തിലും അതുപോലെ വാളൻപുളിയുടെ വെള്ളത്തിലും അത് കഴുകി ഇനി അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങണം. കാരണം ഇതുവരെ ഞാൻ ഉപ്പുവെള്ളത്തിലാണ് കഴുകിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ചെയ്യണം. വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇപ്പോൾ മനസ്സിലായി കാണുന്നത് എങ്ങനെയാണ് അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മുടെ ഫാമിലിയുടെ ഹെൽത്ത് സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാമോ ഇവിടെ പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.